നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് ഇന്നലെ മാത്രം 55 പേരാണ്. ഇതോടെ ഗൾഫിലെ കോവിഡ് ബാധിച്ചുള്ള മരണം 1461 ആയിരുന്നു. 7000-ലേറെയാണ് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അതും 24 മണിക്കൂറിനിടയിൽ. അബുദാബിയിൽ ഏർപ്പെടുത്തിയ പ്രവേശന വിലക്ക് ഒരാഴ്ച കൂടി നീട്ടാൻ തീരുമാനമായിരിക്കുകയാണ്. തുടർന്ന് മരണസംഖ്യയും രോഗികളുടെ എണ്ണവും കുതിക്കുന്ന ഘട്ടത്തിലും എവിടെയും സമൂഹ വ്യാപനം ഉണ്ടായില്ലെന്ന വിലയിരുത്തലിൽ ഗൾഫ് രാജ്യങ്ങൾ അല്പം ആശ്വാസം പകരുകയാണ്. പിന്നീട് 24 മണിക്കൂറിനിടയിൽ സൗദി അറേബ്യയിൽ മരണം 34 രേഖപ്പെടുത്തിയത്. ഒമാനിൽ 6, കുവൈറ്റ്, UAE എന്നിവിടങ്ങളിൽ 5, ഖത്തറിൽ 3, ബഹ്റൈനിൽ 2 രോഗികളാണ് ഇതിനോടകം തന്നെ കോവിഡ് ബാധിച്ച് മരിച്ചത്. രോഗവ്യാപനത്തിലും മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. സൗദിയിൽ മാത്രം 3369 പുതിയ രോഗികൾ. ഖത്തറിൽ രോഗികളുടെ എണ്ണം 1368 ഉയർന്നു. കുവൈറ്റിൽ 662, ബഹ്റൈനിൽ 684, ഒമാനിൽ 604, UAE-യിൽ 568 പുതുതായി സ്ഥിരീകരിച്ച രോഗികൾ. രോഗവ്യാപനം തുടരുകയാണെങ്കിലും കോവിഡിൽ നിന്ന് മോചിതരാകുന്നവരുടെ എണ്ണം ഉയരുക തന്നെയാണ് ചെയ്യുന്നത്. പൂർണ്ണമായും രോഗവിമുക്തി നേടിയവരുടെ എണ്ണം 1.25 ലക്ഷത്തിലും ഏറെയാണ്. അതേസമയം വിവിധ ഗൾഫ് രാജ്യങ്ങളിലായി 2000-ലേറെ പേരാണ് അത്യാസന്ന നിലയിൽ കഴിയുന്നത്. സൗദിയിൽ മാത്രം 1606 പേരാണ് ഗുരുതരമായ അവസ്ഥയിലുള്ളത്. മിക്ക ഗൾഫ് രാജ്യങ്ങളിലും ഇപ്പോൾ ഏർപ്പെടുത്തിയ ഇളവുകൾ തുടരുക തന്നെയാണ് ചെയ്യുന്നത്. അബുദാബിയിൽ ഏർപ്പെടുത്തിയ പ്രവേശന വിലക്ക്, യാത്രാ നിയന്ത്രണവും ഒരാഴ്ച കാലം കൂടി തുടരുമെന്ന് അധികൃതർ വെളിപ്പെടുത്തുകയുണ്ടായി. ഇതേ തുടർന്ന് കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് ഏർപ്പെടുത്തിയ പ്രവേശന വിലക്ക് ഘട്ടം ഘട്ടമായി നീക്കുമെന്ന് ഖത്തർ മുന്നറിയിപ്പ് നൽകി. ഓഗസ്റ്റ് മാസത്തോടെ കോവിഡ് വ്യാപനം ഏറ്റവും കുറവുള്ള രാജ്യങ്ങളിൽ കഴിയുന്ന ഖത്തറി വിസയുള്ളവർക്ക് മടങ്ങിവരവിന് അനുമതിയും നൽകും. സെപ്റ്റംബർ മാസത്തോടെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതിക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് കൂടുതൽ വിമാന സർവീസുകൾക്ക് അനുമതി നൽകുകയും ചെയ്യും. അതേസമയം നാട്ടിൽ കഴിയുന്ന ഖത്തറി വിസയുള്ള ഇന്ത്യൻ പ്രവാസികളുടെ തിരിച്ചുവരവ് നീളാനാണ് സാധ്യതയെന്നാണ് കൽപ്പിക്കുന്നത്. നിലവിൽ ഓഗസ്റ്റ് വരെ യാതൊരു കാരണവശാലും മടങ്ങിവരവ് സാധ്യമാക്കുന്നതല്ല. അതോടൊപ്പം തന്നെ രോഗവ്യാപനം ഗണ്യമായി കുറയുന്ന പക്ഷം മാത്രം ഓഗസ്റ്റിൽ വിമാനങ്ങൾ അനുവദിക്കാൻ സാധ്യതയും കൽപ്പിക്കുകയാണ്. എന്നാൽ നിലവിൽ കോവിഡ് വ്യാപനം ഉച്ചസ്ഥായിലുള്ള ഇന്ത്യയിൽ ഓഗസ്റ്റ് മാസത്തോടെ കോവിഡ് നിയന്ത്രണ വിധേയമാക്കുമോ എന്ന് കണ്ടറിയുക തന്നെ ചെയ്യണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.